അല്ല ജയിൽ നോമിനേഷൻ എങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എത്രാമത്തെ പ്രാവശ്യമാണ്? ഞാൻ ടോട്ടൽ 5 തവണയാണ് ഇപ്പൊ പോയത്. 4ാമത്തെ തവണ കണ്ടിന്യൂസ് ആയിട്ട് ജയിലിൽ വരുന്നു. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. ഈ സീസണിൽ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ് ഹോൾഡറാണ്. ഒരു വലിയ തമാശ പറഞ്ഞല്ലേ, ചിരിക്കാമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. അനീഷ്, എന്തിനാണ് അനീഷിനെ എപ്പോഴും ജയിലിലേക്ക് വിടുന്നത്? എന്താണ് കാര്യം? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ. അത് തന്നെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചതും അത് തന്നെയാണ്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഞാൻ സമയത്തിന് കിടന്നുറങ്ങുന്നു, സമയത്തിന് എണീക്കുന്നു. അതിനിടയ്ക്ക് ആരെങ്കിലും ഫുഡ് മോഷ്ടിച്ച് തിന്നാലോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് തിന്നാലോ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ടാസ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഇവര് പറയുന്നു ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അനീഷിന് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ പോവാണ്. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. കാണിച്ചു തരാം. കാര്യപ്പിച്ചല്ലേ ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. റെക്കോർഡ് ഭേദിച്ച അനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നല്ലതാ. എന്നെ തേച്ചതാണല്ലേ അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം. അടിപൊളി, കൺഗ്രാറ്റ്സ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. നല്ലൊരു ഡിസർവിംഗ് ആണ് അനീഷേട്ടൻ. അടിപൊളി. ഒരു പ്രാവശ്യം കൂടി പോവാൻ തോന്നുന്നു എനിക്ക്. ഊതടാ, ഊത്. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. ഗെയിമായിട്ട് എടുത്താൽ മതി. അനീഷ്, ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അത് ശരി, ഞാനൊരു പൊട്ടൻ, വെറുതെ പൊട്ട കളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തന്റെ ജീവിതമായിരുന്നു ചേട്ടായി. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഇത് വലിയ കാര്യമല്ല. അനീഷിന്റെ പേരാണ്. വേറെ ഇന്ന് വരെ ഒരു ഷോയിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതൊരു നല്ല അനുഭവമല്ലേ. പേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായി. നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അതിനെ വളരെ ഒരു ഫണ്ണായിട്ട് എടുക്കൂ കേട്ടോ. ഇരിക്കാം. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. നീ ഇവിടെ ഇരുന്ന് സമാധാനായിട്ട് കരഞ്ഞോട്ടെ. നിങ്ങൾ ആരും അവനെ ശല്യം ചെയ്യരുത്.